ഹലോ ഗൈസ്, ഞാൻ ഈ ബൊക്കെ ബ്ലാങ്കറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തൊട്ടിട്ട് എന്നോട് കുറേ പേര് ഈ ബാസ്ക്കറ്റിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈകിപ്പോയി എന്നറിയാം, എന്നാലും ഇന്നത്തെ വീഡിയോ ഈ ബാസ്ക്കറ്റിൻ്റെ ട്യൂട്ടോറിയലാണ്. ഞാൻ ചെയ്ത സെയിം സൈസിലാണ് നിങ്ങളും ഈ ബൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് ഈ ബൊക്കയ്ക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ രണ്ട് സാധനം മാത്രമേ ആവശ്യമുള്ളൂ. ബ്രൗൺ കളർ ത്രെഡും 4.5 mm ഹുക്കും ഒരു സ്റ്റിച്ച് മാർക്കർ കൂടെ ആവശ്യമുണ്ട്. അത് ഞാൻ അവിടെ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു മാജിക് റിംഗ് ആണ് ഇടുന്നത്. നമ്മൾ വിരലിൽ ഇങ്ങനെ 2 തവണ ചുറ്റിയിട്ട് ആദ്യത്തേൻ്റെ താഴെ കൂടെ ഹുക്കെടുത്ത് മറ്റേതിങ്ങനെ അതിൻ്റെ മേലേക്ക് എടുത്തിട്ട് ഒരു ചെയിൻ പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് മാജിക് റിംഗ് കിട്ടും. ഇനി ഈ മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്യുക. ആറ് സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഈ മാജിക് റിങ് വലിച്ച് ടൈറ്റാക്കിയിട്ട് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇത് ബിഗിനേഴ്സിനും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണാം, മനസ്സിലാവും. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ആദ്യം ചെയ്ത 6 സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. ഈ സമയത്താണ് നമുക്ക് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യേണ്ടി വരിക. നമുക്ക് കറക്റ്റ് ആ റൗണ്ട് മനസ്സിലാവാൻ, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതം, അങ്ങനെ മൊത്തം നമുക്ക് 12 സിംഗിൾ ക്രോഷേ കിട്ടും. അപ്പോൾ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ അഴിച്ച് വെച്ചിട്ട് ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ചെയിനില്ലേ, ആ ചെയിനിൻ്റെ സ്പേസിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റൗണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ചെയിൻ, ആ ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി ഈ ചെയിൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇങ്ങനെ 2 സിംഗിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള രീതിക്ക് എല്ലാ സ്റ്റിച്ചിലും ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 18 സിംഗിൾ ക്രോഷേ കിട്ടും.
ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെയിൻ സ്പേസിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ചെയ്ത സെയിം സൈസിൽ കിട്ടാൻ ഈ 2 റൗണ്ട് കൂടെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ സ്ക്രീനിൽ കൊടുത്ത പാറ്റേണിൽ 2 റൗണ്ടും കൂടെ ചെയ്യുക. ഞാനിനി ഹൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലെ സ്റ്റിച്ചിൽ 2 എണ്ണമായിട്ടല്ലേ ഉണ്ടാവുക. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ മനസ്സിലാവും. എൻ്റെ കയ്യിലിപ്പോൾ ഈ കളറിൽ അക്രലിക്കാണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വെച്ച് ചെയ്തത്. 2 ലൂപ്പ് ഉണ്ടാവില്ലേ, ഇതിലെ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ ഹൈറ്റിനുള്ള ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് ചെയിൻ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു തവണ ചുറ്റിയിട്ട് ആ ബാക്കിലെ ലൂപ്പിൽ മാത്രം, ഒരു ലൂപ്പിലൂടെ മാത്രം എടുത്തിട്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് ആകെ 3 ലൂപ്പേ ഹുക്കിലുണ്ടാവുള്ളൂ. എന്നിട്ട് ചുറ്റിയെടുക്കുക, 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക, ബാക്കി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഈ രീതിക്ക് നമ്മൾ മൊത്തം ചെയ്യണം. ഒന്നുകൂടെ കാണിക്കാം. ഒരു ലൂപ്പിലൂടെ മാത്രമേ ഹുക്ക് കയറ്റിയെടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വീണ്ടും ആ റൗണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ വരിക. നമുക്ക് ഹൈറ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ലൂപ്പിലൂടെ മാത്രം എടുക്കണം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ചെയ്തെടുക്കുക. ബാക്ക് ലൂപ്പിലൂടെ മാത്രം ഡബിൾ ക്രോഷേ എന്നുള്ള രീതിക്ക്. ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിലാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 30 സ്റ്റിച്ച് കിട്ടും. ആ 30 സ്റ്റിച്ചിലും കൂടെ ചെയ്തെടുക്കുക. ഇതെൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം 2 ചെയിൻ ചെയ്തില്ലേ, ചെയിൻ ചെയ്തിട്ടാണല്ലോ ഡബിൾ ക്രോഷേ ചെയ്ത്. അതിൽ ഡബിൾ ക്രോഷയുടെ സ്പേസിലേക്ക്, ചെയിൻ കഴിഞ്ഞുള്ള ഡബിൾ ക്രോഷയുടെ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതാ നമ്മളൊരു ലൂപ്പിൽ മാത്രം ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഇതാ ഹൈറ്റ് കിട്ടി. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഒന്ന് സൂക്ഷിച്ചിരിക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്ന പാറ്റേൺ അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ ചെയ്ത ഡബിൾ ക്രോഷേകളില്ലേ, ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ, ഈ സ്പേസിലൂടെയാണ് നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത 2 റൗണ്ടും സെയിം പാറ്റേണിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ 2 ചെയിൻ ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു ചെയിനിൻ്റെ താഴെക്കൂടെ കൊണ്ടുപോയി മേലെ കൂടെ എടുക്കുക. വീഡിയോയിൽ നേരെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിചാരിക്കണേ. ഞാൻ അത്രയും സ്ലോ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നോർമൽ ഡബിൾ ക്രോഷേ ചെയ്യുക. ഇത് ഫ്രണ്ട് പേസ് ഡബിൾ ക്രോഷേ. ഇനി ബാക്ക് പേസ്. ബാക്ക് ഫേസ് ഡബിൾ ക്രോഷേക്ക് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് ഡബിൾ ക്രോഷയുടെ അകത്തൂടെ എടുത്ത് പുറത്തേക്ക് എടുത്ത് യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. നമുക്കൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇനി ഒന്നുകൂടെ കാണിക്കാം. യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്രോഷേ സ്പേസിൻ്റെ അകത്തൂടെ എടുത്ത് പുറത്തേക്കെടുത്ത് യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ബാക്കി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി ബാക്ക് പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ഈ അകത്തൂടെ പുറത്തേക്കിട്ട് കണ്ടോ. ഇനിയാണ് ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. ഇപ്പം 3 ലൂപ്പ് ഉണ്ടാവും. ഈ 3 ലൂപ്പിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. ആദ്യം 2 എണ്ണത്തിൻ്റെ അകത്തൂടെ, പിന്നെ 2 എണ്ണത്തിൻ്റെ അകത്തൂടെ, ഇങ്ങനെ എടുക്കുക.
ഇതാ നമുക്ക് ഈ പാറ്റേൺ കിട്ടി കണ്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ കിട്ടും. നമ്മളെ ചെടിച്ചട്ടിയുടെ ഒക്കെ ഒരു ഷേപ്പില്ലേ, ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നു ഇരിക്കുന്നേ, ആ ഒരു സെയിം ഡിസൈനിൽ കിട്ടുന്നുണ്ട്. ഇതാ ഞാൻ ആദ്യം ചെയ്തതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഈ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഫേസ് ഡബിൾ ക്രോഷയും ബാക്ക് ഫേസ് ഡബിൾ ക്രോഷയും കൂടെ മിക്സാക്കി ചെയ്യണത്. നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനത് പെട്ടെന്ന് മറന്നു പോണതാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റിച്ച് മാർക്കർ ഇടല്ലേ, നമുക്ക് കണക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഈ റൗണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടത് അഴിച്ചിട്ട് ആ സ്പേസിലേക്ക്, അതായത് നമ്മൾ ആദ്യം 2 ചെയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തില്ലേ, ഫ്രണ്ട് ഫേസ് ഡബിൾ ക്രോഷേ, ആ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോഴും നമുക്ക് 30 സ്റ്റിച്ച് തന്നെ ഉണ്ടാവുക. ഇനി സെയിം അടുത്ത റൗണ്ടിൽ നമ്മൾ ഈ പാറ്റേൺ തന്നെയാണ് ചെയ്യേണ്ടത്. 30 എണ്ണത്തിൽ 15 ഫ്രണ്ട് ഫേസ് ഡബിൾ ക്രോഷേയും 15 ബാക്ക് ഫേസ് ഡബിൾ ക്രോഷേയും ചെയ്യുക. ഇപ്പം നമ്മൾ ഹൈറ്റിന് വേണ്ടി മൊത്തം 3 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത സെയിം സൈസുള്ള ബൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഇത്രയും ഹൈറ്റ് മതിയായിരിക്കും. അപ്പോൾ അടുത്ത 2 റൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ ആദ്യം ഒരു ചെയിൻ ചെയ്യുക, പിന്നെ എല്ലാ സ്റ്റിച്ചിലും 30 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ എന്തായാലും നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇനി 30 എണ്ണത്തിലും സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇതെൻ്റെ 9ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ അഴിച്ചിട്ട് ആ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി സെയിം ഒന്നുകൂടെ റിപ്പീറ്റ്, ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഒരു ചെയിൻ, ബാക്കി 30 സിംഗിൾ ക്രോഷേ.
ഇതാ നമ്മുടെ ബാസ്ക്കറ്റ് മേക്കിങ്ങിൻ്റെ എൻഡിങ്ങിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം യാൺ കുറച്ചധികം പുറത്തേക്ക് വലിച്ചെടുക്കുക. കുറച്ച് വലിയ യാണിൻ്റെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻഡും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് ആയി. ഞാൻ എപ്പോഴും ചെയ്യുന്ന നീഡിൽ കാണാനില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ സൈസുള്ളൊരു ഹുക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. ഇതാ നമ്മുടെ 2 ബൊക്കെ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറുത് ചെയ്തത്. പക്ഷേ ഈ ചെറുത് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു കുട്ടി സൺഫ്ലവർ ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഈ യാണിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാൺ ഒരിക്കലും അഴിഞ്ഞു പോരത്തില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മാജിക് റിങ് ചെറുതാക്കി ആ ഭാഗത്ത് കുറച്ച് യാണുണ്ടായിരിക്കും, അത് നമുക്കിങ്ങനെ ബാസ്ക്കറ്റിൻ്റെ അകത്തേക്ക് ആക്കി വെക്കാം. ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാനത് കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ അതാ കഴിഞ്ഞു നമ്മുടെ വലിയ ബാസ്ക്കറ്റും ചെറിയ ബാസ്ക്കറ്റും. അതിലിപ്പോൾ ബൊക്കെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ചെറുതിൽ കാണിക്കാം. നമുക്ക് ബൊക്കെ വെക്കാനൊരു രീതിയുണ്ട്. ആദ്യം നമ്മളിത് കറക്റ്റ് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിലാണത്രേ ഇതിങ്ങനെ വയ്ക്കുക. നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്രോഷ്യ പഠിക്കുന്ന ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ട്യൂട്ടോറിയലായിട്ട് കാണാം.